Hi. So next topic is food products of genetically modified organisms, that is GMO in short form, and marine origin. സോ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്നുള്ളത്? സോ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു ബേസിക്സ് ഓഫ് ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി, ദെൻ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിലുള്ള ടേംസ് ഒക്കെ മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ആ ഒരു ടോപ്പിക്കുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഇതിലേക്ക് വരുന്നത്. Fine. First of all, what are genetically modified organisms? Organisms in which genetic material is altered by transfer of selected individual genes from one organism to another, even between non-related species. So, our target gene from one organism is transferred to another organism by means of a vector. നമ്മൾ ബേസിക് ജെനറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ. ഫൈൻ. ഈ ഒരു ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ജീൻ ടെക്നോളജി, അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റഡ് ജീൻ ഏത് ഓർഗാനിസത്തിലാണോ ഉള്ളത്, ആ ഇൻട്രസ്റ്റഡ് ജീനിനെ, ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു ഉദാഹരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അയലത്തുള്ള ഒരു കോഴി 10 മുട്ടയിടുന്നു, നമ്മുടെ വീട്ടിലെ കോഴി ഒരു മുട്ടയിടുന്നുള്ളെങ്കിൽ ഈ 10 മുട്ടയിടുന്ന കോഴിയുടെ ആ 10 മുട്ടയിടാൻ കാരണമായ ജീൻ ഏതാണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഫൈൻ ഒരു വെക്റ്റർ വഴി, പ്ലാസ്മിഡോ അതുപോലുള്ള ഒരു വെക്റ്റർ വഴി നമ്മുടെ കോഴിയിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ കോഴിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴിയും 10 മുട്ടയിട്ട് തുടങ്ങും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കിൽ. സോ ഈ ഒരു ടെക്നോളജിക്ക് പറഞ്ഞ പേരാണ് എന്താണ്, ജെനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജീൻ ടെക്നോളജി, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. ഇത് വന്നിട്ട് റിലേറ്റഡ് സ്പീഷീസിലും ആവാം, ചിലപ്പോൾ നോൺ റിലേറ്റഡ് സ്പീഷീസിലും ആവാം. ഫൈൻ. സോ ദെൻ ദിസ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ജെനറ്റിക്കലി മോഡിഫൈഡ്. സോ ഇങ്ങനെയുള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫുഡ്സിനെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഫൈൻ. ദെൻ ചേഞ്ചസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദർ DNA ബൈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് യൂസിങ് എ പ്രോസസ് ഓഫ് എയ്തർ സിസ്ജെനസിസ് ഓർ ട്രാൻസ്ജെനസിസ്. സിസ്ജെനസിസ്, ട്രാൻസ്ജെനസിസ് എന്ന് പറഞ്ഞാൽ സിസ്ജെനസിസ് ആകുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഫോറിൻ ജീൻ ടേക്സ് പ്ലേസ് ഇൻ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ട്രാൻസ്ജെനസിസ് ആകുമ്പോൾ നോൺ റിലേറ്റഡ് സ്പീഷീസ് ആയിരിക്കും. ഫൈൻ. പ്രിസൈസ്, വിച്ച് ഈസ് പ്രിസൈസ് ദെൻ മ്യൂട്ടാജെൻസിസ്. മ്യൂട്ടാജെൻസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? മ്യൂട്ടേഷൻ, ലൈക്ക് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒക്കറിങ് ആയിരിക്കും. മ്യൂട്ടാജെൻസിസിൽ നമ്മൾ UV ലൈറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു മ്യൂട്ടാജൻ വെച്ചിട്ട് നമ്മൾ പർപ്പസ്ഫുൾ മ്യൂട്ടേഷൻ നടത്തും. ദറ്റ് ഈസ് മ്യൂട്ടാജെൻസിസ് എക്സ്പോസ് ടു കെമിക്കൽ റേഡിയേഷൻ ടു ക്രിയേറ്റ് എ നോൺ സ്പെസിഫിക് സ്റ്റേബിൾ ചേഞ്ച്. അതായത് നമ്മൾ എന്താണ്, ഒരു സ്ട്രെയിൻ്റെ വെറൈറ്റി, ബെറ്റർ വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾഡ് മ്യൂട്ടേഷൻ വഴി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതിനെയാണ് മ്യൂട്ടാജെൻസിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജീൻ ടെക്നോളജിയിൽ യൂഷ്വലി സിസ്ജെനസിസ് അല്ലെങ്കിൽ ട്രാൻസ്ജെനസിസ് എന്ന് പറയുന്ന ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. സിസ്ജെനസിസിൽ ജീൻ ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ട്രാൻസ്ജെനസിസിൽ ഇറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ നോൺ റിലേറ്റഡ് സ്പീഷീസ്. ദെൻ വിച്ച് ഈസ് ദിസ്, ഈ രണ്ട് മെത്തേഡും ഇറ്റ് ഈസ് മോർ പ്രിസൈസ് ഓർ മോർ പവർഫുൾ ദാൻ മ്യൂട്ടാജെൻസിസ്. മ്യൂട്ടാജെൻസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിനേക്കാൾ മോർ പവർഫുൾ അല്ലെങ്കിൽ പ്രിസൈസ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിരിക്കും ഈ ഒരു സിസ്ജെനസിസ് ആയാലും ട്രാൻസ്ജെനസിസ് ആയാലും. ഫൈൻ. ആൻഡ് അതർ ടെക്നിക്സ് ഇൻവോൾവ് സെലക്റ്റീവ് ബ്രീഡിങ്. വേറെ ടെക്നിക്സ്, ഈ ജീൻ ടെക്നോളജി അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വേറെ ടെക്നിക്സ് ആണ്. സിസ്ജെനസിസും ട്രാൻസ്ജെനസിസും കൂടാതെയുള്ള വേറെ ടെക്നിക്കാണ്. ഒന്ന് വന്നിട്ട് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയും. സെലക്റ്റീവ് ബ്രീഡിംഗ് ആ ടേമിൽ നിന്ന് തന്നെ അറിയാം എന്താണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്നുള്ളത്. വിത്ത് ദറ്റ് ഈസ് എ ടാർഗറ്റ് ഓർഗാനിസം വിത്ത് ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് സെലക്റ്റീവ്ലി അലൗഡ് ടു ബ്രീഡ് വിത്ത് അനദർ റിലേറ്റഡ് സ്പീഷീസ്. സോ അതിൻ്റെ പ്രൊജനി ഉണ്ടാവുന്നു, അതിനെ നമ്മൾ റിയർ ചെയ്ത് കൊണ്ടുവരും. അതാണ് സെലക്റ്റീവ് ബ്രീഡിംഗ്. അതായത് നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽ സ്പീഷീസിനെ സെലക്റ്റീവായിട്ട് നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് അതിനെ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി, അതിപ്പം ഇപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിനാണെങ്കിൽ 2 ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ഡോഗ് വെറൈറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ഐ കളർ നല്ലതാണ്, ഒരെണ്ണത്തിൻ്റെ സ്കിൻ ടെക്സ്ചർ നല്ലതാണെങ്കിൽ അതിനെ രണ്ടിനെ മാത്രമായിട്ട് നമ്മൾ ആ പോപ്പുലേഷനിൽ നിന്ന് എടുത്ത് സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഒരു പുതിയ പ്രോജനിയെ ഉണ്ടാക്കി അതിനെ വെച്ച് അതിനെ റിയർ ചെയ്യും. അതിനാണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ സോമാക്ലോണൽ വേരിയേഷൻ. സോമാക്ലോണൽ വേരിയേഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ വഴിയാണ് സോമാക്ലോണൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ വഴി, അതായത് അതിൻ്റെ ക്രോമസോമൽ റീഅറേഞ്ച്മെൻറ്റ് വഴി പുതിയ പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നോളജിക്കാണ് സോമാക്ലോണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. സോ സിസ്ജെനസിസും ട്രാൻസ്ജെനസിസും അല്ലെങ്കിൽ സെലക്റ്റീവ് ബ്രീഡിങ്ങും സോമാക്ലോണൽ വേരിയേഷനും ഒക്കെയാണ് യൂഷ്വലി നമ്മൾ ജീൻ ടെക്നോളജി അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫൈൻ. നൗ വാട്ട് ഈസ് ദ പർപ്പസ്? As a result of this, we will get desired quality of meat, egg or other animal products. ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. Now, there is a common thinking which is
correct to certain extent that genetically modified organisms or the food are far from safe അല്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതൊരു കുറേയൊക്കെ അത് ശരിയുമാണ്. ഫൈൻ. Now it is likely to be contaminated with vaccines, immunoregulators, growth hormones, nucleic acids, viruses, bacteria which is pathogenic or carcinogenic, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും. സോ എപ്പോഴും ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ജീൻ ടെക്നോളജി വഴി ഉണ്ടാക്കുന്ന അതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സും ഉണ്ട്. ഫൈൻ. ചിലപ്പോൾ അത് വന്നിട്ട് കാർസിനോജനിക് ആവാം, ചിലപ്പോൾ പാത്തോജനിക് ആവാം, ചിലപ്പോൾ ആ ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൽ വന്നിട്ട് വാക്സിൻസോ ചില ആൻറ്റിബയോട്ടിക്സിൻ്റെയോ ഒക്കെ പ്രസൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില ഗ്രോത്ത് ഹോർമോൺസിൻ്റെയോ ഇമ്മ്യൂണോ റെഗുലേറ്റേഴ്സിൻ്റെയോ ന്യൂക്ലിക് ആസിഡ്സിൻ്റെയോ വൈറസസിൻ്റെയോ ഒക്കെ പ്രസൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം എന്താ, കുറേ പ്രോസസ്സ് വഴിയല്ലേ ഇത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യം ജീൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അതിനെ ക്ലോൺ ചെയ്യുന്നു, ലൈക്ക് അതിനൊരു വെക്റ്റർ, ആ വെക്റ്ററായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ അത് ചിലപ്പോൾ വൈറൽ വെക്റ്റേഴ്സ് യൂസ് ചെയ്യാം. സോ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇൻ്റർമിക്സിങ് വല്ലതും നടക്കാം. സോ കുറേ പ്രോസസ്സ് വഴി പോകുന്നതുകൊണ്ട് തന്നെ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനും ഫുഡ്സ് ഡിറൈവ്ഡ് ഫ്രം ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനും ഒരു പരിധി വരെ കുറേ ഡെട്രിമെൻ്റൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ്സും ഉണ്ടാവാം. ഫൈൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. നെക്സ്റ്റ് അബൌട്ട് ദ ഹിസ്റ്ററി, പ്രോസ് ആൻഡ് കോൺസ്. ആദ്യം ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഇറ്റ് കെയിം ഇൻ മാർക്കറ്റ് ഇൻ early 1990 വന്നത്. മെയിൻലി ആ സമയത്ത് വന്നത് ട്രാൻസ്ജെനിക് പ്ലാന്റ്സ് ആണ്. ട്രാൻസ്ജെനിക് എന്ന് പറയുമ്പോൾ തന്നെ an organism bearing a foreign gene എന്നുള്ള ഒരു മീനിങ് ആണ് മനസ്സിൽ വരേണ്ടത്. ഫൈൻ. ട്രാൻസ്ജെനിക് പ്ലാന്റ് പ്രോഡക്ട്സ് എന്തൊക്കെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്? സോയാബീൻ, കോൺ, കനോല, കോട്ടൺ സീഡ് ഓയിൽ, അതൊക്കെയായിരുന്നു. ദെൻ ആനിമൽ പ്രോഡക്ട്സ് വെയർ ഡെവലപ്ഡ് ഇൻ 2006. ദാറ്റ് ഈസ് എ പിഗ് genetically engineered to produce omega-3 fatty acid through the expression of a roundworm gene. omega-3 fatty acid അതിൻ്റെ സൊമാറ്റിക് സെൽസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിഗിനെയാണ് ഫസ്റ്റ് എഞ്ചിനീയറിങ് ചെയ്തത്. സോ omega-3 ഫാറ്റി ആസിഡിൻ്റെ നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫിഷസ് ഒക്കെയാണ്. സോ അത് പിഗിൻ്റെ മീറ്റിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫൈൻ. ഓൾസോ ജെനറ്റിക്കലി മോഡിഫൈഡ് പിഗ്സ് ഡെവലപ്ഡ് വിച്ച് വെയർ ഏബിൾ ടു അബ്സോർബ് പ്ലാന്റ് ഫോസ്ഫറസ് മോർ എഫിഷ്യൻ്റ്ലി. ഫോസ്ഫറസിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ജെനറ്റിക്കലി മോഡിഫൈഡ് പിഗ്സിനെ ഡെവലപ്പ് ചെയ്തു. ദെൻ മോസ്റ്റ് വർക്ക് ഹാപ്പൻഡ് ഓൺ ഫാം അനിമൽസ് ലൈക്ക് കാറ്റിൽ, ഷീപ്പ്, പിഗ്, ഗോട്ട്, ചിക്കൻ, ഇങ്ങനെയുള്ള ഫാം അനിമൽസിലാണ് കൂടുതലും ട്രാൻസ്ജെനിക് അനിമൽസിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടന്നത്. സോ ട്രാൻസ്ജെനിക് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് വെറൈറ്റീസ് വിച്ച് ബിയർ എ ഫോറിൻ ജീൻ. ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുമ്പോൾ അനിമൽസ് വിച്ച് ബിയർ എ ഫോറിൻ ജീൻ. അത്രയേ ഉള്ളൂ. നൗ മെയിൻലി ഈ ഒരു ക്ലോണിങ് അല്ലെങ്കിൽ ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നത് ഇറ്റ്സ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജപ്പാൻ, അവിടെയൊക്കെയാണ്. ഫൈൻ. ഇപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ട്രാൻസ്ജെനിക് പ്ലാന്റ്സിൻ്റെ ഒക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. TNAU ഒരുപക്ഷെ അവിടെയൊക്കെ വന്നിട്ട് മീൻസ് അവിടെയൊക്കെ അങ്ങനെയുള്ള ട്രാൻസ്ജെനിക് പ്ലാന്റ്സിൻ്റെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഒക്കെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട്. ദെൻ so what are the purpose of all these things? Increased meat production and improved quality. And so increased meat production is one target. Then improved quality and amount of wool in case of sheep, വേറൊരു ടാർഗറ്റ് ആണ് ഇതിൻ്റെ. ദെൻ altered milk composition to facilitate cheese production or reduced milk intolerance. മിൽക്ക് ഇൻടോളറൻസ് ആയിട്ട്, അതായത് മിൽക്ക് ഒരു ഡയറ്റിൽ നോർമൽ ഡയറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താ ഓൾട്ടേർഡ് മിൽക്ക് കോമ്പോസിഷൻ ചെയ്യാറുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് ഡിസീസ് റെസിസ്റ്റൻസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ചില വെറൈറ്റീസിൻ്റെ ഡിസീസ് റെസിസ്റ്റൻസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. ദെൻ വേറെന്താ ഇൻക്രീസ്ഡ് ഡിസീസ് റെസിസ്റ്റൻസ്. ദെൻ റെഡ്യൂസ്ഡ് പൊല്യൂഷൻ ഫ്രം പിഗ് മാനുവർ. ഫൈൻ. ദെൻ പ്രൊഡ്യൂസ് സ്പൈഡർ സിൽക്ക് ഫൈബേഴ്സ് ഇൻ ഗോട്ട് മിൽക്ക് എക്സെട്ര. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന്. അതിനുള്ള കുറേ എക്സാമ്പിൾസ് ആണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള സ്ലൈഡുകളിൽ നമുക്ക് മനസ്സിലാവും. ഫൈൻ. ദെൻ what is the success rate of this gene transfer? It is about 1 to 3%. 1 to 3%. വളരെ കുറച്ച് സക്സസ് റേറ്റ് മാത്രമേ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ റിയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാവാറുള്ളൂ. ഫൈൻ. ആൻഡ് ഡെത്ത് മേ ഒക്കർ അറ്റ് എംബ്രിയോ സ്റ്റേജ് ഓർ ഡ്യൂറിങ് ബർത്ത്. ചില സമയത്ത് എംബ്രിയോ സ്റ്റേജിൽ തന്നെ ഡെത്ത് നടക്കാം. ദാറ്റ് ഈസ് ആഫ്റ്റർ ഈ ഒരു ക്ലോണിങ്ങോ അല്ലെങ്കിൽ ഒരു ജീൻ ട്രാൻസ്ഫറോ കഴിഞ്ഞിട്ട്. ചിലപ്പം ഡ്യൂറിങ് ബർത്ത് നടക്കാം. ചിലപ്പോൾ കുറച്ച് നാളുകളൊക്കെ ജീവിച്ചിരുന്നിട്ട് വേണേലും ആ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം പെരിഷ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫൈൻ. Then we are continuing with the pros and cons. Now,
ക്ലോണിങ് ഈസ് യൂസ്ഡ് ടുഗദർ വിത്ത് ജെനറ്റിക് മോഡിഫിക്കേഷൻ. ജെനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജീൻ ട്രാൻസ്ഫർ മാത്രമായിരിക്കും. ക്ലോണിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർഗാനിസത്തിൻ്റെ എല്ലാ ട്രേറ്റ്സുള്ള അനദർ ഓർഗാനിസത്തിനെ ഉണ്ടാക്കുക, അതാണ് ക്ലോണിംഗ്. സോ ഇത് ഒരുമിച്ച് ചെയ്യാറുണ്ട്. ദെൻ ജെനറ്റിക് മോഡിഫിക്കേഷൻ ആൻഡ് ക്ലോൺഡ് അനിമൽസ് ആർ ഓവർ സൈസ്ഡ്, വീക്ക് ആൻഡ് സസെപ്റ്റബിൾ ടു ഡിസീസ്. സോ അതൊക്കെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അത് കോൺസിൽ വരുന്നതാണ്. പ്രോസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താ, ഇൻക്രീസ്ഡ് മീറ്റ് പ്രൊഡക്ഷൻ, ഇൻക്രീസ്ഡ് വൂൾ പ്രൊഡക്ഷൻ, ഡിസീസ് റെസിസ്റ്റൻസ്, കുറേ പോയിന്റ്സ് പറഞ്ഞിരുന്നു. ഇനി കോൺസിലേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം? മെയിൻലി ഓവർ സൈസ്ഡ് ആയിരിക്കും ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, വീക്ക് ആയിരിക്കും, ദെൻ ദേ ആർ ഓൾസോ സസെപ്റ്റബിൾ ടു ഡിസീസ്. ദെൻ genetically modified foods are also considered as carcinogenic and produce allergy in most humans. Carcinogenic ആവാം, അലർജി പ്രൊഡ്യൂസിങ് ആവാം. ദെൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്? ഡോളി, ദ ഫസ്റ്റ് ക്ലോൺഡ് ഷീപ്പ് ഡെഡ് അറ്റ് ഓൺലി 5 years of age ഡ്യൂ ടു സിവിയർ ആർത്രൈറ്റിസ്. ഡോളിയാണ്. ഡോളി വളരെ ഫേമസ് ആയിരുന്നു ആ സമയത്ത്. ഡോളി എന്ന് പറഞ്ഞൊരു ചെമ്മരിയാടിനെ ജെനറ്റിക് മോഡിഫിക്കേഷൻ വഴി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റിയേർഡ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഷീപ്പ്. ബട്ട് അത് എന്താ, അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു, ഓൺലി up to 5 years of age, and which perished. Then another one is Matilda is another first cloned sheep in Australia. ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് ക്ലോൺ ചെയ്ത ഷീപ്പിൻ്റെ പേരാണ് മെറ്റിൽഡ. ഇറ്റ് വാസ് ഓൾസോ ഫൗണ്ട് ഡെഡ് ഇൻ ഫീൽഡ്. ദെൻ overall the use of genetically modified animals is economic since meat, cheese, wool produced at a lower cost. ലോവർ കോസ്റ്റിൽ നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ മീറ്റ്, ചീസ്, വൂളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്യൂച്ചർ ഡിമാൻഡ് ഈസ് ഓൾസോ അവൈലബിൾ. ഫ്യൂച്ചർ ഡിമാൻഡും ഉണ്ട്. ബട്ട് ഇഷ്യൂ എന്താണ്? പ്രൊഡക്ഷൻ ലോസസ് ഉണ്ടാവാം, ഡിസീസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ടു ബി എക്കണോമിക്. സോ ഇതൊക്കെ എക്കണോമിക് ആവണം, ഇതൊക്കെ കോസ്റ്റ്ലി ആണ്. ഇപ്പം ഡിസീസോ ട്രീറ്റ്മെൻറ്റ്, അതായത് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് നേരത്തെ പറഞ്ഞ പോലെ വീക്ക് ആൻഡ് സസെപ്റ്റബിൾ ടു ഡിസീസ് ആയിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഒക്കെ വളരെ ഹൈ ആയിരിക്കും. ഫൈൻ. ദെൻ ജെനറ്റിക് മോഡിഫിക്കേഷന് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡ്രഗ്സ് ഇൻ ദെയർ മിൽക്ക്, മീറ്റ് ഓർ ഓർഗൻ. ഡ്രഗ്സോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ചില വൈറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ മിൽക്ക് ത്രൂ അല്ലെങ്കിൽ മീറ്റ് ത്രൂ ഒക്കെ നമുക്ക് ഹ്യൂമൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓൾസോ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വിൽ ലീഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ദാറ്റ് മെച്യൂർ മോർ ക്വിക്ക്ലി. പെട്ടെന്ന് മെച്യൂർ ആവുന്ന ഫിഷ്, അതായത് യൂഷ്വലി ഇപ്പോൾ ചിലപ്പോൾ മന്ത്സ് എടുത്തിട്ട് സൈസ് ആവുന്ന ഫിഷിനെയൊക്കെ ജെനറ്റിക് മോഡിഫിക്കേഷൻ വഴി ഗ്രോത്ത് ഹോർമോൺസ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രോത്ത് ഹോർമോൺ ട്രാൻസ്ഫർ ചെയ്തിട്ട് പെട്ടെന്ന് മെച്യൂർ ആയി പെട്ടെന്ന് നമുക്ക് സൈസ് ആക്കിയെടുക്കാൻ പറ്റും. ഫൈൻ, ഫോർ ഹ്യൂമൻ കൺസംഷൻ. ദെൻ കൗസ് റെസിസ്റ്റൻറ്റ് ടു ബൊവൈൽ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി. മാഡ് കൗ ഡിസീസിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൗസിനെ റിയർ ചെയ്യാൻ പറ്റും. സോ നേരത്തെ പറഞ്ഞു ഡിസീസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷനിലാണ് അത് വരുന്നത്. കൗസ് വിച്ച് ആർ നോർമലി എന്താ, ഈ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് പെട്ടെന്ന് സസെപ്റ്റബിൾ ആയിട്ടുള്ള കൗസ് ഉണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻറ്റ് ജീൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ മോർ ഡിസീസ് റെസിസ്റ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഹിസ്റ്ററിയും പ്രോസ് ആൻഡ് കോൺസും. ദെൻ നെക്സ്റ്റ് വൺ ജസ്റ്റ് ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അനിമൽസിനെ പറ്റിയുള്ള ഒരു ക്ലാസിഫിക്കേഷനും എന്തൊക്കെയാണ് എൻ്റെ ആപ്ലിക്കേഷൻസ് ആ ഒരു ലെവലിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. നൗ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആർ അബണ്ടൻ്റ്ലി മാർക്കറ്റഡ്. അപ്പം കോമൺലി ജെനറ്റിക് മോഡിഫിക്കേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ കൺട്രീസിലും ഡെവലപ്ഡ് ആണെങ്കിലും ഡെവലപ്പിംഗ് ആണെങ്കിലും കൂടുതലായിട്ട് നടക്കുന്നത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിലും പ്ലാന്റ് ബയോടെക്നോളജിയിലുമാണ്. വേർ അനിമൽസ് ഇറ്റ് ഈസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, എഗ്സ്, മീറ്റ്. ഫൈൻ. നൗ genetically modified animals, food animals, there are 2 types based on application and all. Heritable and non-heritable. Heritable ഉണ്ട്, non-heritable ഉണ്ട്. Now എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? Heritable involves persistence of genetic change in sperm and egg. സ്പേമിലും എഗ്ഗിലും ജെനറ്റിക് ചേഞ്ച് വരുന്നതിനെ ഹെറിറ്റബിൾ എന്നും, നോൺ ഹെറിറ്റബിൾ ഇൻവോൾവ് ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡിഫൈഡ് ജീൻസ് ലൈക്ക് വാക്സിൻസ് ഇൻറ്റു സൊമാറ്റിക് ടിഷ്യൂ ഓഫ് അനിമൽസ്. അനിമൽസിൻ്റെ ടിഷ്യൂ അല്ലെങ്കിൽ അനിമൽസിൻ്റെ മീറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ടിഷ്യൂയിലേക്ക്, അതായത് സ്പേം സെൽസോ അല്ലെങ്കിൽ എഗ് സെൽസോ അല്ലാതെ ഡയറക്റ്റ് അനിമലിൻ്റെ നോർമൽ ലിവിങ് ടിഷ്യൂയിലേക്ക് നമുക്ക് മോഡിഫൈഡ് ജീൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വാക്സിൻസോ അല്ലെങ്കിൽ ഹോർമോൺസോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട വൈറ്റമിൻസോ ആൻറ്റിബോഡീസോ അങ്ങനെ ആൻറ്റിബയോട്ടിക്സോ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് നോൺ ഹെറിറ്റബിൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വി വിൽ ഗോ ത്രൂ ഹെറിറ്റബിൾ. ഫൈൻ. Now this heritable is achieved in 1980 through naked DNA injection. 1980 ഫസ്റ്റ് അച്ചീവ് ചെയ്തത് ഡയറക്റ്റ് DNA ഇഞ്ചക്ഷൻ വഴി. Now what we did there, about 120 million copies of transgene or foreign gene is injected into the embryo pronucleus. Embryo pronucleus എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ഓർ ഇൻറ്റു എഗ് സൈറ്റോപ്ലാസം. സോ ഇവിടെ നമ്മൾ ഏതാണ്ട് ഒരു
1 and 20 million copies of foreign ജീനെയാണ് ഇഞ്ചെക്ട് ചെയ്തത്. അത് ഒന്നുകിൽ എംബ്രിയോ പ്രോന്യൂക്ലിയസിലേക്കോ അല്ലെങ്കിൽ എക്സ് സൈറ്റോപ്ലാസത്തിലേക്കോ ആണ് ഇഞ്ചെക്ട് ചെയ്തത്. ദെൻ ഇഞ്ചെക്ട് ചെയ്തതിൽ 1% ഓഫ് ഇഞ്ചെക്റ്റഡ് എംബ്രിയോ ബിക്കം ട്രാൻസ്ജെനിക് വിച്ച് ഈസ് ബിയറിംഗ് ദ ഫോറിൻ ജീൻ. നൗ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ജീൻ ഡെലിവറി വെക്ടർ എന്തായിരുന്നു? ലെന്റിവൈറസ് ആയിരുന്നു. ലെന്റിവൈറസ് which comes in Retroviridae family was the most effective gene delivery vector. വെക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഓർഗാനിസത്തിൽ നിന്ന് നമ്മുടെ ഡിസൈഡ് ജീനിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഈ വെക്ടറിലേക്ക് ക്ലോൺ ചെയ്യും. ഈ വെക്ടറിനെയാണ് നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് അതിനുള്ളിൽ പോയിട്ട് ആ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ വഴി ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എല്ലാം വഴി ആ ജീനിനെ മറ്റേ ജീനുമായിട്ട് അവരുടെ ടാർഗറ്റ് ഓർഗാനിസത്തിൻ്റെ ജീനുമായി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യും. അതാണ് യൂഷ്വലി ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നടക്കുന്നത്. ഫൈൻ. സോ ആ വെക്ടറായിട്ട് ഇവിടെ യൂസ് ചെയ്തത് ഹെറിറ്റബിൾ ടെക്നിക്കലി യൂസ് ചെയ്തത് എന്താണ്? ലെന്റിവൈറസിനെ യൂസ് ചെയ്തിരുന്നു. പിന്നെ അതർ വെക്ടേഴ്സ് ഇൻക്ലൂഡ് HIV അറിയാം, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ദെൻ SIV ഈസ് സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. FIV ഈസ് feline immunodeficiency virus which is used in farm animals like chicken, pig, cow. അതിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഹെറിറ്റബിൾ ടെക്നോളജി വഴി ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അനിമൽസിനെ റിയർ ചെയ്തത്. ഫൈൻ. നൗ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് ഹെറിറ്റബിൾ ടെക്നോളജി വഴിയുള്ള? ഫുഡ് ക്വാളിറ്റി വാസ് എൻറിച്ച്ഡ് വിത്ത് സർട്ടൻ ന്യൂട്രിയൻസ്. അതായിരുന്നു മെയിൻ ആപ്ലിക്കേഷൻ. For example, transgenic cattle produced milk with beta-casein and kappa-casein proteins. Transgenic cattle ഉണ്ടാക്കി എന്താ? Milk with beta-casein and kappa-casein proteins. Then cloned transgenic pigs reared rich in omega-3 fatty acid. So omega-3 fatty acid നോർമലി നമുക്ക് ഫിഷിൽ നിന്നാണ് കിട്ടുന്നത്. ബട്ട് ക്ലോൺഡ് ട്രാൻസ്ജനിക് പിഗ്സിൽ നിന്നും നമുക്ക് കിട്ടാൻ തുടങ്ങി. Then transgenic pigs express E. coli salivary phytase gene. അപ്പോൾ E. coli salivary phytase gene എന്ന് പറഞ്ഞ ജീനിനെ E. coli ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് പിക്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ട്രാൻസ്ജനിക് പിക്സിനെ ഉണ്ടാക്കി. എന്തായിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ വന്നിരുന്നത്? ഇറ്റ് ഡിക്രീസ് ദ ഫോസ്ഫറസ് റിലീസ് ഇൻ മാനുവർ ദെയർ ബൈ എലിമിനേറ്റിംഗ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ബൈ ഫോസ്ഫറസ്. സോ ഫോസ്ഫറസിനെ മാനുവറിൽ കൂടെ ഈ പിഗിൻ്റെ വേസ്റ്റിൽ കൂടെ പോകുന്ന ഫോസ്ഫറസിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഫോസ്ഫറസിനെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യിപ്പിച്ചിട്ട് വിച്ച് എലിമിനേറ്റ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ബൈ ഫോസ്ഫറസ് ഇൻ ടു എൻവയോൺമെൻറ്റ്. ഫൈൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഓഫ് ഫോസ്ഫറസിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റി. ദെൻ ട്രാൻസ്ജനിക് ചിക്കൻ എക്സ്പ്രസ് ബാക്ടീരിയൽ ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ. സോ ബാക്ടീരിയയിലുള്ള ബീറ്റ ഗാലക്ടോസിഡേസ് ജീനെ ചിക്കനിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ട്രാൻസ്ജനിക് ചിക്കൻ റിയർ ചെയ്തു ആൻഡ് വിച്ച് ബിക്കം ലാക്ടോസ് ടോളറൻറ്റ്. അപ്പോൾ സോ ദാറ്റ് ഈ ഒരു ജീൻ എന്താണ്? ഈ ജീനുള്ള ചിക്കൻ വന്നിട്ട് ലാക്ടോസ് ടോളറൻ്റ് ആണ് വിച്ച് ക്യാൻ ഫീഡ് ഓൺ ലാക്ടോസ് റിച്ച് ഫുഡ് ലൈക്ക് ഡയറി ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ്. സോ നോർമലി ലാക്ടോസ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ വന്നിട്ട് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ ഇറ്റ് വിൽ ഡെവലപ്പ് ഡയറി ആൻഡ് ഓൾ. ബട്ട് ഈ ഒരു ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ബാക്ടീരിയൽ ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത ട്രാൻസ്ജനിക് ചിക്കൻ കൂടുതലായിട്ട് ലാക്ടോസ് റിച്ച് ഫീഡിൽ ഡിപ്പെൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഡയറി അല്ലെങ്കിൽ ഡയറി വേസ്റ്റ് പ്രോഡക്ട്സിലൊക്കെ അത് ഫീഡ് ചെയ്യുന്നുണ്ടാവും വിത്തൗട്ട് എനി ഹെൽത്ത് ഇഷ്യൂസ്. ദെൻ ഈ ചിക്കൻ എംബ്രിയോ ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന വെക്ടറാണ് സ്പ്ലീൻ നെക്രോസിസ് റിട്രോവൈറസ് വെക്ടർ, ദാറ്റ് ഈസ് SNTZ. ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം യൂഷ്വലി PSC ക്വസ്റ്റ്യൻസിന് ഇങ്ങനെയുള്ള എക്സാമ്പിൾ അല്ലെങ്കിൽ ടേംസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഫൈൻ. ദെൻ സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വാട്ട് ആർ ഹെറിറ്റബിൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അനിമൽസ് എന്നും അതിൻ്റെ പ്രോസ് അതിനെ പറ്റിയാണ്. സോ നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു നോൺ ഹെറിറ്റബിൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അനിമൽസ്. സോ അവിടെ നമ്പർ ഓഫ് നോൺ ഹെറിറ്റബിൾ എന്താണ്? ഡയറക്റ്റ് എക്സ്പ്രഷൻ ഇൻ ടു സൊമാറ്റിക് സെൽസ് ഓഫ് ആൻ ഓർഗാനിസം. നൗ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. എന്തൊക്കെയാണ്? DNA വാക്സിനേഷൻ, ദെൻ transgenic bacteria as vector for vaccines and growth hormones, then using RNA interference for epigenetic modification. RNA interference എന്ന് പറഞ്ഞാൽ RNA will interfere with the protein synthesis. അതാണ് RNA interference എന്ന് പറഞ്ഞ ടെക്നിക്കിന് for epigenetic modifications. Fine. Then stem cell chimeric animals with transgenic somatic tissue. So എന്താണ് സ്റ്റെം സെൽ അനിമൽസ് വിത്ത് ട്രാൻസ്ജനിക് സൊമാറ്റിക് ടിഷ്യൂവിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ DNA പ്ലാസ്റ്റിഡ്സ് ആൻഡ് വൈറൽ വെക്ടേഴ്സ് യൂസ്ഡ് ഇൻ വാക്സിനേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ ഹെറിറ്റബിൾ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ വാക്സിനേഷൻ ആൻഡ് ജീൻ തെറാപ്പി ടു ഇംപ്രൂവ് മീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി. സോ ഇതൊക്കെയാണ്
നോൺ ഹെറിറ്റബിൾ ടെക്നിക്ക് യൂസ് ചെയ്ത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അനിമൽസിനെ റിയർ ചെയ്താലുള്ള പോസിറ്റീവ് സൈഡ്സ്. ഫൈൻ. സോ ദെൻ വാട്ട് അബൌട്ട് ദ സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അനിമൽസ് അത് 2 ടൈപ്പ് ഉണ്ട്, ഹെറിറ്റബിളും നോൺ ഹെറിറ്റബിളും. ഹെറിറ്റബിൾ വന്നിട്ട് ഡയറക്റ്റ് എഗ്ഗിലോ അല്ലെങ്കിൽ സ്പേമിലോ ആണ് ചേഞ്ച് വരുന്നത്. നോൺ ഹെറിറ്റബിൾ ആകുമ്പോൾ ഡയറക്റ്റ് സൊമാറ്റിക് സെൽസ് അല്ലെങ്കിൽ ലിവിങ് ടിഷ്യൂവിലാണ് ചേഞ്ച് വരുന്നത്. സോ അതിൻ്റെ പ്രോസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി അതിൻ്റെ കോൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് എന്തൊക്കെയാണ്? വെദർ ഇറ്റ് ഈസ് ഹെറിറ്റബിൾ ഓർ നോൺ ഹെറിറ്റബിൾ, ഇറ്റ് ക്യാൻ പോസ് സെവറൽ ഹെൽത്ത് റിസ്ക്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ ഹെൽത്ത് റിസ്ക് വരുന്നത്? These traits can include potent synthetic antigen for vaccination, immunoregulators, growth hormones, or may have adverse effect on, and all those things will lead to adverse effect on immune system and development of young humans. So എന്താ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ നിന്ന് വരുന്ന ഫുഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻറ്റിജൻസ് ഉണ്ടാവാം, ഇമ്മ്യൂണോ റെഗുലേറ്റേഴ്സ് ഉണ്ടാവാം, ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവാം. കാരണം ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പല സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ ചിലപ്പം എക്സ്പ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ അനിമലിൻ്റെ ബോഡിയിൽ. സോ ദാറ്റ് ആ ഫുഡിലേക്കും അതിൻ്റെ എഫക്റ്റ് ചെല്ലാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ, ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. യങ് ഹ്യൂമൻസ്, അതായത് ചെറിയ കുട്ടികളുടെ അല്ലെങ്കിൽ യങ് ഏജിലുള്ളവരുടെ ഡെവലപ്മെൻറ്റിന്, നോർമൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫൈൻ. സോ നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ട്രാൻസ്ജനിക് ഫിഷ്. സോ എന്താണ് ട്രാൻസ്ജനിക്? സോ ട്രാൻസ്ജനിക് അനിമൽ എന്താണ്? ട്രാൻസ്ജനിക് ഫിഷ് എന്ന് പറഞ്ഞാൽ ഫിഷ് വിച്ച് വിൽ ബിയർ എ ഫോറിൻ ജീൻ, അത്രേ ഉള്ളൂ. നൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് യൂഷ്വലി ഇൻ കൺഫൈൻഡ് ലാൻഡ് ലോക്ക്ഡ് പോൺസ് ഓർ റിലീസ്ഡ് ഇൻ ടു ഓപ്പൺ സീ ഓർ ലേക്സ്. ഒന്നുകിലും എന്താ, ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള പോൺസ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ ലിമിറ്റഡ് ആയിട്ടുള്ള പോൺസിൽ റിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റിയർ ചെയ്തിട്ട് അത് നോർമലി ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഫിഷ് ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് സീയിലേക്കോ അല്ലെങ്കിൽ ലേക്കിലേക്കോ ഒക്കെ ഓപ്പൺ ആയിട്ട് അതിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഫൈൻ. നൗ വിച്ച് ഈസ് ഇക്വലന്റ് ടു നേറ്റീവ് ഫിഷ് ദോ അൺഎബിൾ ടു ഇന്റർബ്രീഡ്. സോ ഇങ്ങനെയുള്ള ഈ ട്രാൻസ്ജനിക് ഫിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ആ ട്രാൻസ്ജനിക് ഫിഷ് ജീൻ ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്, ചേഞ്ച് ആയിട്ടുള്ള ഒരു ഓൾട്ടേഡ് ജീൻ ആയിരിക്കും അതിനുള്ളിലുള്ളത്. അത് നോർമൽ ഫിഷിനെ പോലെ തന്നെയാവും, പക്ഷേ നോർമൽ ഫിഷുമായിട്ട് അതിനൊരിക്കലും ഇന്റർബ്രീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇറ്റ് വിൽ ബ്രീഡ് ഓൺലി വിത്ത് ദ ട്രാൻസ്ജനിക് സ്പീഷീസ്. ഫൈൻ. ബട്ട് ഇൻ ചില കേസസിലൊക്കെ അങ്ങനെ ഇന്റർബ്രീഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള ജീൻ ട്രാൻസ്ഫർ ഒക്കെ നടന്നിട്ട് ചില നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ടാവും. ഫൈൻ. അതൊക്കെ നമ്മൾ അതിൻ്റെ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഫൈൻ. ദെൻ എന്താണ് ഫസ്റ്റ് ഫിഷ് ഏതായിരുന്നു? ട്രാൻസ്ജനിക് അറ്റ്ലാന്റിക് സാൽമൺ വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ അക്വാ ബോണ്ടി ഇൻ 1999. അക്വാ ബോണ്ടി എന്ന് പറഞ്ഞൊരു കമ്പനി 1999 ഫസ്റ്റ് അറ്റ്ലാന്റിക് സാൽമണെ ഡെവലപ്പ് ചെയ്തത്. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? ഇറ്റ് കണ്ടെയ്ൻസ് എ ചിനൂക്ക് സാൽമൺ ഗ്രോത്ത് ഹോർമോൺ ജീൻ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് ഗ്രോത്ത് റേറ്റ്. സോ പെട്ടെന്ന് മെച്യൂർ ആവുന്ന, പെട്ടെന്ന് ഗ്രോ ആവുന്ന ഒരു ജീൻ, അതായത് ഒരു ഗ്രോത്ത് ഹോർമോൺ ജീൻ ഉണ്ടായിരുന്നു അതിൽ. സോ ദാറ്റ് ദ ഫിഷ് വാസ് maturing very fastly than the normal fish. Fine. Then another one is transgenic coho salmon is developed by introducing a sockeye salmon growth hormone. മറ്റൊരു ഗ്രോത്ത് ഹോർമോൺ ജീനിനെ ഇൻസേർട്ട് ചെയ്തിട്ട്, അതായത് സാൽമൺ ഗ്രോത്ത് ഹോർമോൺ ജീനിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ട്രാൻസ്ജനിക് കോഹോ സാൽമൺ. അതും ഇതാണ് എന്താ, കൺസിസ്റ്റന്റ്ലി ഔട്ട് ഗ്രോ ദ നോർമൽ വൺ. നോർമൽ ഫിഷിനേക്കാൾ ഈ ട്രാൻസ്ജനിക് ഫിഷ് പെട്ടെന്ന് മെച്യൂർ ആവുകയും പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് ഫാർമേഴ്സിന്. അതായിരുന്നു ഈ ട്രാൻസ്ജനിക് ഫിഷിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. ദെൻ ട്രാൻസ്ജനിക് കാർപ്പ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് റെയിൻബോ ട്രോട്ട് GH എന്ന് പറഞ്ഞ ജീനാണ് യൂസ് ചെയ്തത്. അതായത് റെയിൻബോ ട്രോട്ട് ഗ്രോത്ത് ഹോർമോൺ യൂസ് ചെയ്താണ് ട്രാൻസ്ജനിക് കാർപ്പിനെ പ്രൊഡ്യൂസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്? ഇറ്റ് ഹാസ് ആൻ ഓൾട്ടേർഡ് ബോഡി ഫോം ആൻഡ് ഹൈ പ്രോട്ടീൻ ടു ഫാറ്റ് പ്രപ്പോർഷൻ ദാൻ വൈൽഡ് ടൈപ്പ്. നോർമൽ ഫിഷിനേക്കാൾ ഒരു ഡിഫറൻറ്റ് ബോഡി ഫോമും ആയിരുന്നു, ഹൈ പ്രോട്ടീൻ ടു ഫാറ്റ് പ്രപ്പോർഷനും ആയിരുന്നു. സോ ഇതൊക്കെ ആണ് ട്രാൻസ്ജനിക് ഫിഷിനുള്ള എക്സാമ്പിൾസ്. അതേഴ്സ് ഇൻക്ലൂഡ് ട്രാൻസ്ജനിക് മഡ് ലോച്ച് ആൻഡ് ട്രാൻസ്ജനിക് സീബ്ര ഫിഷ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ജനിക് ഫിഷ്. മെയിനായിട്ട് ട്രാൻസ്ജനിക് ഫിഷിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫിഷിനേക്കാൾ പെട്ടെന്ന് മെച്യൂറായി പെട്ടെന്ന് ഫാർമേഴ്സിന് പൈസ കിട്ടുന്നു. ഓക്കെ, അതായിരുന്നു ട്രാൻസ്ജനിക് ഫിഷിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫിഷ് ജീൻസ് തന്നെയായിരുന്നു. ഗ്രോത്ത് ഹോർമോൺ ബേസ്ഡ് ജീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിനുള്ള കുറേ എക്സാമ്പിൾസും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈൻ. നെക്സ്റ്റ് അബൌട്ട് അനിമൽ പ്രോഡക്ട്സ് ഫ്രം ജനറ്റിക്കലി മോഡിഫൈഡ് സോഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഓഫ് മീറ്റ്, മിൽക്ക് ആൻഡ് എഗ്. അതായത് ജനറ്റിക് മോഡിഫിക്കേഷൻ വഴിയുള്ള അനിമൽസിൽ നിന്ന് നമുക്ക് മീറ്റ് അല്ലെങ്കിൽ മിൽക്ക്, എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ബട്ട് മെയിൻലി ഇറ്റ് ഇൻക്ലൂഡ് അനിമൽ ഫീഡ് അഡിറ്റീവ്സ് ലൈക്ക് വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ്, എൻസൈംസ്,
വെറ്റിനറി മെഡിസിൻസ് ആൻഡ് വാക്സിൻസ് എക്സെട്ര. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ട്രാൻസ്ജനിക് അനിമൽസിൽ നിന്നുള്ള മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണ്? അനിമൽ ഫീഡ്, പിന്നെ ഫീഡ് അഡിറ്റീവ്സ്, അതായത് വൈറ്റമിൻ, അമിനോ ആസിഡ്, എൻസൈംസ് പോലുള്ള വെറ്റിനറി മെഡിസിൻസ്, വാക്സിൻസ് ഒക്കെയാണ് മെയിനായിട്ട് നമുക്ക് ട്രാൻസ്ജനിക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ. നോ മെയിൻ മീറ്റ് പ്രോഡക്ട്സ് ആർ സോസേജ് ആൻഡ് ഹാം. സോസേജ് ട്രാൻസ്ജനിക് ഹാം, ട്രാൻസ്ജനിക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന സോസേജ് ആൻഡ് ഹാം ആണ് മെയിൻ മീറ്റ് പ്രോഡക്ട്സിൽ. ഇനി ഇൻ അഡീഷൻ ടു ദിസ് വി ഹാവ് സർട്ടൻ അഡിറ്റീവ്സ്. മീറ്റിലുള്ള ചില അഡിറ്റീവ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ലൈക്ക് അസ്കോർബിക് ആസിഡ് ഓർ വൈറ്റമിൻ സി വിച്ച് ഈസ് യൂസ് ടു പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ആൻഡ് സ്റ്റെബിലൈസ് ദ സോസേജ് കളർ. പിന്നെന്താ ഗ്ലൂട്ടമേറ്റ് വിച്ച് ഈസ് യൂസ് ടു ഫ്ലേവർ എൻസൈംസ്, പ്രോട്ടിയേസസ് ആൻഡ് ഫ്ലേവർ ടു മേക്ക് മീറ്റ് മോർ ടെൻഡർ ആൻഡ് ആരോമാറ്റിക്. സോ ട്രാൻസ്ജനിക് അനിമൽസിൽ നിന്ന് മെയിനായിട്ട് കിട്ടുന്നത് സോസേജ്, ഹാമുമാണ്. അതുകൂടാതെ അസ്കോർബിക് ആസിഡ്, ഗ്ലൂട്ടമേറ്റ് പോലുള്ള കമ്പോണൻസും നമുക്ക് കിട്ടുന്നുണ്ട്. ഫൈൻ. ദെൻ അതർ അഡിറ്റീവ്സ് ആർ സോയ് പ്രോട്ടീൻ. സോയ് പ്രോട്ടീൻ കിട്ടുന്ന എവിടെ നിന്നാണ്? ഫ്രം ജെനറ്റിക്കലി മോഡിഫൈഡ് സോയാബീൻ ഓർ ജെനറ്റിക്കലി മോഡിഫൈഡ് മെയ്സ്. പിന്നെന്താ ഡെക്സ്ട്രീൻ ഓർ മാൾട്ടോഡെക്സ്ട്രീൻ, അതെവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ജെനറ്റിക്കലി മോഡിഫൈഡ് മെയ്സ് which is used as a filler or stabilizer. Then soy lecithin or soy mono and diglyceride, അതെവിടെ നിന്നാണ് കിട്ടുന്നത്? അത് എമൽസിഫൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ അതായത് ട്രാൻസ്ജനിക് അനിമൽസിനെ കൺസിഡർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് മീറ്റ് പ്രോഡക്ട്സിൽ വന്നിട്ട് എന്താ സോസേജും ഹാമും ആയിരിക്കും. പിന്നെ അഡിറ്റീവ്സിൽ അസ്കോർബിക് ആസിഡ് കിട്ടും, അല്ലെങ്കിൽ വൈറ്റമിൻ സി, ദെൻ ഗ്ലൂട്ടമേറ്റ്. ട്രാൻസ്ജനിക് പ്ലാന്റ്സിൻ്റെ കേസിൽ വരുമ്പോൾ മെയിനായിട്ട് കിട്ടുന്നത് സോയ് പ്രോട്ടീൻ ആണ്, പിന്നെ ഡെക്സ്ട്രീൻ അല്ലെങ്കിൽ മാൾട്ടോഡെക്സ്ട്രീൻ, പിന്നെ സോയ് ലെസിത്തിൻ അല്ലെങ്കിൽ സോയ് മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്. ഇതൊക്കെയാണ് മെയിൻ പ്ലാന്റ് ആൻഡ് അനിമൽ പ്രോഡക്ട്സ് ഫ്രം ജെനറ്റിക്കലി മോഡിഫൈഡ് സോഴ്സ്. ഫൈൻ. ദെൻ വാട്ട് ആർ ദ കോൺട്രവേഴ്സീസ്? ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സിനെ റിലേറ്റ് ചെയ്തിട്ട്. That is commonly all these controversies focus on human and environmental safety, labeling and consumer choice, intellectual property rights, ethics, food security, poverty reduction, environmental conservation. ഈ ഒരു ഏരിയയിലൊക്കെയാണ് മെയിനായിട്ട് കോൺട്രവേഴ്സീസ് ഉള്ളത്. നൗ ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്? അലർജൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് മാർക്കേഴ്സോ, അലർജൻസോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് മാർക്കേഴ്സോ കാർസിനോജൻസോ ഒക്കെ ചിലപ്പോൾ ഹ്യൂമൻസിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഉണ്ട് ത്രൂ ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്. ദെൻ unintended transfer of transgenes through cross pollination, loss of flora and fauna biodiversity. So നോർമൽ ആയിട്ടുള്ള നമ്മുടെ നേച്ചറിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റി തകടം പറയാൻ ചാൻസ് ഉണ്ട്. ബൈ അൺഇൻറ്റൻഡഡ് ട്രാൻസ്ഫർ ഓഫ് ട്രാൻസ്ജീൻസ്, ഫോറിൻ ജീൻസ് വന്നിട്ട് ക്രോസ് പോളിനേഷൻ വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ആയിട്ട്. ദെൻ ബയോപൈറസി ഓർ ഫോറിൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഡൊമിനേഷൻ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ഓർ കമ്പനീസ്, അതും വേറൊരു സൈഡാണ്. ഇതിൻ്റെ വേറൊരു ഫേസ് ആണ് എന്താ ബയോപൈറസി. കാരണം നോർമലി നോർമലുള്ള ലിവിങ് ബീങ്സിനൊക്കെ ഒരു നോർമൽ DNA-യും നോർമൽ ജനിതക ഘടനയും നോർമൽ ക്വാളിറ്റീസും ഉണ്ടാവും. സോ നമ്മൾ ജീൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നത്? അതിൻ്റെ ആ ഒരു നോർമൽ നാച്ചുറൽ കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു ഓൾട്ടേർഡ് ഫീനോടെപ്പിക് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, സോ അതാണ് ഈ ബയോപൈറസിക്കും അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഫോറിൻ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വഴിതെളിക്കുന്നത്. അതുപോലെ തന്നെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജീൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്ഡ് കൺട്രീസും കമ്പനീസും ഒക്കെ ഒരു മേൽക്കോയ്മയ്ക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫൈൻ. ദെൻ വയലേഷൻ ഓഫ് നാച്ചുറൽ ഓർഗാനിസംസ് ഇൻട്രിൻസിക് വാല്യൂ, നേച്ചർ ടാമ്പറിംഗ് ബൈ ജീൻ മിക്സിംഗ് എമംഗ് സ്പീഷീസ്, കൺസ്യൂമിംഗ് അനിമൽ ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് വൈസ് വേഴ്സ, സ്ട്രെസ് ഫോർ അനിമൽസ് എക്സെട്ര. അത് വേറെ ഒരു ഫേസ് ആണ് അതിൻ്റെ. എന്താ നാച്ചുറൽ ഓർഗാനിസത്തിൻ്റെ ആ ഒരു വാല്യൂ ഒക്കെ ചേഞ്ച് ആവും. കാരണം ട്രാൻസ്ജീൻ എന്ന് പറയുമ്പോൾ എത്രയായാലും ഒരു ഫോറിൻ ജീനാണ്. സോ ദാറ്റ് ആ നാച്ചുറൽ ട്രേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ കുറേ മാറ്റം വരും. പിന്നെ നാച്ചുറൽ ടാമ്പറിങ് നടക്കും ബൈ ജീൻ മിക്സിംഗ് എമംഗ് സ്പീഷീസ്. അപ്പോൾ ട്രാൻസ്ജീൻ നോർമലായിട്ട് അതായത് ഒരിക്കൽ ഫസ്റ്റ് ടൈം നമ്മളൊരു ഫോറിൻ ജീൻ ഒരു അനിമലിലേക്ക് ഒരു ടാർഗറ്റ് അനിമലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അത് ട്രാൻസ്ജനിക് അനിമൽ ആവുന്നത്. പിന്നെ ഈ ട്രാൻസ്ജനിക് അനിമലിന് ചില സമയത്ത് നോർമൽ റിയറിങ് വഴി ഈ ട്രാൻസ്ജീനെ വേറെ പല പല അനിമലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കഴിവ് വരും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ഇത് ചിലപ്പോൾ ഈ ഒരു ജീൻ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യും, ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കും, ചിലപ്പോൾ പാർഷ്യലി എക്സ്പ്രസ് ചെയ്യും. സോ അതൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ മറ്റ് ഇഷ്യൂസിന് വഴിതെളിക്കും. ഫൈൻ. ദെൻ എന്താ അനിമൽ ജീൻസ് ചിലപ്പോൾ പ്ലാന്റ്സിൽ വരാം, പ്ലാന്റ് ജീൻസ് ചിലപ്പോൾ അനിമൽസിൽ വരാം. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് വരും. അതുപോലെ അനിമൽസിനും സ്ട്രെസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാം ഇതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട് ഈ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിന്. ദെൻ മിസ്ലേബലിംഗ്, അതായത് ജെനറ്റിക്കലി മോഡിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യണമെന്നുണ്ട്. ബട്ട് റൈറ്റ് നൗ ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ റെഗുലേഷൻസും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ
ഒരുപക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന റുട്ടീൻ ഐറ്റംസിലും ചില ഐറ്റംസ് ഒക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് വന്ന് ചേരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകും. ഫൈൻ. Then what are the international regulations of genetically modified food? No specific system currently in place. ഇപ്പോൾ നമുക്ക് ജനറ്റിക് മോഡിഫിക്കേഷൻ അതിൻ്റെ റെഗുലേഷന് പർട്ടിക്കുലർ ഒരു സിംഗിൾ സിസ്റ്റം നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. Now what we have now is Codex Alimentarius Commission or Codex. What is that? It is a joint FAO or WHO body. FAO WHO ഒരു ജോയിൻറ്റ് ബോഡിയാണ് കോഡെക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ അല്ലെങ്കിൽ കോഡെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? compile the standards, code of practice, guidelines and recommendations that constitute the Codex Alimentarius. Codex Alimentarius അല്ലെങ്കിൽ സോ കോൾഡ് ഇൻ്റർനാഷണൽ ഫുഡ് കോഡ് എന്ന് പറഞ്ഞ ആ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡും കോഡ് ഓഫ് പ്രാക്ടീസും ഗൈഡ് ലൈനും റെക്കമെൻഡേഷനും ഒക്കെ കമ്പൈൽ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതാണ് കോഡെക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ്റെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത്. പിന്നെ അതെന്താ ഈ ഒരു ഏരിയയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൻ്റെ ഏരിയയിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് കോഡെക്സ് ഡെവലപ്പ് പ്രിൻസിപ്പിൾസ് ഫോർ ഹ്യൂമൻ ഹെൽത്ത് റിസ്ക് അനാലിസിസ് ഓഫ് ജനറ്റിക് മോഡിഫൈഡ് ഫുഡ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൻ്റെ, കാരണം ഫുഡ് സേഫ്റ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൻ്റെ ഹ്യൂമൻ ഹെൽത്ത് റിസ്ക് അനാലിസിസ് ആണ് കോഡെക്സ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ പ്രീ മാർക്കറ്റ് കേസ് ബൈ കേസ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ബോത്ത് ഡയറക്റ്റ് ഇഫക്റ്റ് ആൻഡ് അൺഇൻറ്റൻഡഡ് ഇഫക്റ്റ് ഓഫ് ഇൻസേർട്ടഡ് ജീൻ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് അത് പഠനം നടത്തുന്നുണ്ട്. എന്തൊക്കെ? പ്രീ മാർക്കറ്റ്, കേസ് ബൈ കേസ്, ഓരോ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൻ്റെയും കേസ് ബൈ കേസ് പ്രീ മാർക്കറ്റ്, അതായത് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു അനാലിസിസും, അതുപോലെ തന്നെ ഏത് ജീനാണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റുകൾ, അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റുകൾ, അൺഇൻറ്റൻഡഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കോഡെക്സ് പഠനം നടത്തുന്നത്. ഫൈൻ. Now, it is also referred in Sanitary and Phytosanitary Agreement of WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ SPS എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സാനിറ്ററി ആൻഡ് ഫൈറ്റോസാനിറ്ററി എഗ്രിമെൻറ്റിലും കോഡെക്സിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. വിച്ച് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ റെഫറൻസ് ഇൻ ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. എന്തെങ്കിലും ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ റൈറ്റ് നൗ നമ്മൾ ഈ ഒരു ബേസിസിൽ, കോഡെക്സ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബേസിസിലാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഫൈൻ. അനദർ വൺ ഈസ് കാർട്ടാജീന പ്രോട്ടോകോൾ. കാർട്ടാജീന പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇൻ്റർനാഷണൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇറ്റ് ഈസ് ഓൺ ബയോസേഫ്റ്റി, ദറ്റ് ഈസ് CPB എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഇറ്റ് റെഗുലേറ്റ്സ് ദ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ് ഓഫ് LMO. വാട്ട് ഈസ് LMO? ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നുള്ളതിന് വേറൊരു പേരാണ് LMO, ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രം വൺ ഏരിയ ടു അനദർ ഏരിയ, അതിനെപ്പറ്റിയൊക്കെയാണ് അത് റെഗുലേഷൻസ് വെച്ചിരിക്കുന്നത്. വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിങ് ഓർ റെപ്ലിക്കേറ്റിംഗ് ജനറ്റിക് മെറ്റീരിയൽ. ഒന്നുകിൽ ഈ ഒരു ഫോറിൻ ജീനെ റെപ്ലിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഫോറിൻ ജീനെ ഒരു ഓർഗാനിസത്തിന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളെ പറ്റിയുള്ള റെഗുലേഷൻസ് ആണ് അവർ ചെയ്യുന്നത്. സോ വാട്ട് എവർ ഈസ് ദെയർ, GMO is getting into human food chain by backdoor. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ബാക്ക്ഡോർ വഴി ഇപ്പോൾ തന്നെ നമ്മുടെയൊക്കെ തന്നെ മാർക്കറ്റിൽ ചില സമയത്ത് ചില വെജിറ്റബിൾസ് ഒക്കെ വരുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അതിൻ്റെ ഒരു നേറ്റീവ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു ആപ്പിളിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ആപ്പിൾ ചെറിയ ടൈപ്പ് ആപ്പിൾ കിട്ടും, അല്ലെങ്കിൽ ചില വെജിറ്റബിൾസ്, ചില പർട്ടിക്കുലർ വെജിറ്റബിൾസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു നോർമൽ ആ ഒരു വെജിറ്റബിളിൻ്റെ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാം. അത് ബൈ നോയിങ്ലി ഓർ അൺനോയിങ്ലി ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ചില ട്രേറ്റ്സ് അല്ലെങ്കിൽ ചില സംഭവങ്ങളൊക്കെ ഇപ്പം ഹ്യൂമൻ ഫുഡ് ചെയിനിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അത് വേൾഡ് വൈഡ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കാരണം റൈറ്റ് നൗ അതിനൊരു പ്രോപ്പർ റെഗുലേഷനോ ലേബലിങ്ങോ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഇതൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രോട്ടോക്കോള്, ഈ ഒരു സംഭവം അത് സംഭവിച്ചു പോകുന്നതാണ്. ഫൈൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് ഓൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ജനറൽ ടോപ്പിക്കാണ്. ലൈക്ക് കുറേ ടേംസും അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കുറേ ആപ്ലിക്കേഷൻസും എത്ര ടൈപ്പ് ഉണ്ട്, പിന്നെ ഈ ഒരു കുറേ ടേംസുകളുണ്ട് ഇതിൽ. ജെനറ്റിക്സിലും ജെനറ്റിക് മോഡിഫിക്കേഷനിലൊക്കെ വരുന്ന കുറേ ടേംസുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് സിസ്ജെനിസിസ്, ട്രാൻസ്ജെനിസിസ്, മ്യൂട്ടാജെനിസിസ്, സെലക്റ്റീവ് ബ്രീഡിംഗ്, സോമാക്ലോൺ, ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൂടെ ഒന്ന് നോക്കുക. കാരണം ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഫൈൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് അനിമൽസ് ആൻഡ് ഓൾ. താങ്ക് യു സോ മച്ച്.